Floyd Warshall algorithm. ഇവിടെ നമുക്ക് we will be given a directed weighted graph. പിന്നെ vertex 1, 2, 3, 4 and the weights of edges are also given with the directed edges. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏത് രണ്ട് വെർട്ടീസസ് എടുത്താലും അത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഷോർട്ടസ്റ്റ് പാത്താണ് നമുക്കിവിടെ കിട്ടുന്നത്. ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ബിറ്റ്വീൻ എനി ടു വെർട്ടീസസ് ഓഫ് ദ ഗ്രാഫ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യണം. സ്റ്റെപ്പ് 1 ലെറ്റ് ദിസ് ബി മെട്രിക്സ് ഡി. 1, 2, 3, 4 ദ വെർട്ടെക്സ് അലോങ് ദ റോ ആൻഡ് കോളം മാർക്ക് ചെയ്യുക 1, 2, 3, 4. ഇനി നമുക്ക് മെട്രിക്സ് ഫോം ചെയ്യാം. ആക്ച്വലി ഇവിടെ നമുക്കൊരു ലൂപ്പുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് 1 to 1, 1ൽ നിന്ന് 1ലേക്ക് എഡ്ജസ് ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ വെയിറ്റ് 0 ആണ്, 0 അസൈൻ ചെയ്യാം. ബാക്കിയൊക്കെ നമുക്ക് അതുപോലെ തന്നെ 2ൽ നിന്നും 2ലേക്ക് 3 to 3, 4 to 4 ഒന്നും എഡ്ജസ് ഇല്ലല്ലോ, അതായത് ലൂപ്സ് ഇല്ല. അപ്പോൾ നമുക്ക് ആ ഡയഗണൽ എൻട്രീസ് ഒക്കെ 0 വരും. ഞാൻ 1ൽ നിന്നും 2ലേക്ക് ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ ആ എഡ്ജിൻ്റെ വെയിറ്റ് ആണ് ഇവിടെ എൻട്രി ചെയ്യേണ്ടത്. 1ൽ നിന്നും 2ലേക്ക് ഒരു ഡയറക്റ്റഡ് എഡ്ജ് ഉണ്ട്, ആ എഡ്ജിൻ്റെ വെയിറ്റ് 3 ആണ്. അപ്പോൾ നമ്മളിവിടെ 3 എന്ന് അസൈൻ ചെയ്യും. ഇനി 1 to 3, 1ൽ നിന്നും 3ലേക്ക് എഡ്ജ് ഇല്ല. സോ വി വിൽ അസൈൻ an ഇൻഫിനിറ്റി. അതായത് ഇഫ് ദർ ഈസ് നോ എഡ്ജ് ബിറ്റ്വീൻ ടു വെർട്ടീസസ് an ഇൻഫിനിറ്റി വാല്യൂ ഈസ് അസൈൻഡ് ആൻ പർട്ടിക്കുലർ സെൽ. ആ സെല്ലിൽ ഇൻഫിനിറ്റി കൊടുത്തു. 1 to 4, 1ൽ നിന്ന് 4ലേക്ക് ഒരു എഡ്ജ് ഉണ്ട്, അതിൻ്റെ വെയിറ്റ് 5. ഇനി അടുത്തത് 2 to 1, 2ൽ നിന്നും 1ലേക്ക് അതിൻ്റെ വെയിറ്റ് 2. 2 to 3, 2ൽ നിന്നും 3ലേക്ക് ഇല്ല, സോ ഇൻഫിനിറ്റി. 2 to 4, 2ൽ നിന്നും 4ലേക്ക് ഒരു എഡ്ജ് ഉണ്ട്, അതിൻ്റെ വെയിറ്റ് 4. ദെൻ 3 to 1, 3ൽ നിന്നും 1ലേക്ക് എഡ്ജ് ഇല്ല, സോ ഇൻഫിനിറ്റി. 3 to 2, 3ൽ നിന്നും 2ലേക്ക് ഒരു എഡ്ജ് ഉണ്ട്, അതിൻ്റെ വെയിറ്റ് 1 ആണ്. 3 to 4, 3ൽ നിന്നും 4ലേക്ക്, 3 to 4ൽ എഡ്ജ് ഇല്ല, ഇവിടെ ഡയറക്റ്റഡ് എഡ്ജസ് ആണ് കേട്ടോ. അപ്പോൾ 3ൽ നിന്നും 4ലേക്ക് എഡ്ജ് ഇല്ല, സോ ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. അടുത്തത് 4 to 1, 4 to 1 എഡ്ജ് ഇല്ല, സോ ഇറ്റ്സ് ഇൻഫിനിറ്റി. Then 4 to 2, we don't have an edge, so it's infinity. Then 4 to 3, so we have an edge, say 2. So ഇത്രയും നമ്മൾ ഫസ്റ്റ് മെട്രിക്സ്. ഇനി സ്റ്റെപ്പ് 1ൽ നമ്മൾ സ്റ്റെപ്പ് 1 ആണ് സ്റ്റെപ്പ് 2. നമ്മൾ പുതിയൊരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ലെറ്റ് ദാറ്റ് ബി D1. 1, 2, 3, 4, 1, 2, 3, 4. Now let us keep 1 as an intermediate vertex. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സ് ആയിട്ട് 1 ഫിക്സ് ചെയ്യുവാണെങ്കിൽ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയും കോളവും ചേഞ്ച് ചെയ്യാതെ എഴുതുക. അതായത് 1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയും 0, 3, ഇൻഫിനിറ്റി, 5 ഫസ്റ്റ് റോ. 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം 0, 2, ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി. അത് നമ്മൾ ഫിക്സ് ചെയ്തു, അത് മാറ്റുന്നില്ല. ഇനി ബാക്കിയുള്ള എൻട്രീസ് അതുപോലെ തന്നെ നമുക്ക് ഈ ഡയഗണൽ എൻട്രീസ് വേണമെങ്കിൽ 0 എന്ന് കൊടുക്കാം. ഇനി ബാക്കി എൻട്രീസാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഈ എൻട്രിയാണ് നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത്. D23 എന്ന് ഞാൻ അതിനെ ഡിനോട്ട് ചെയ്യാം. D23 അതായത് 2ൽ നിന്നും 3ലേക്കുള്ള എഡ്ജിന് നമ്മൾ അസൈൻ ചെയ്യുന്ന, ഈ സെല്ലിൽ അസൈൻ ചെയ്യുന്ന വാല്യൂവിനെ D23 എന്ന് കൊടുക്കുക. അപ്പോൾ D23 ഇവിടെ നോക്കുക, D23 ഇൻഫിനിറ്റിയാണ് അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞു 1 ഈസ് ദ ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സ്. അപ്പോൾ D23 ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് D21 പ്ലസ് D13 എന്ന് എഴുതുന്നു. അതായത് 2ൽ നിന്നും 3ലേക്കുള്ള എഡ്ജ് എന്നുള്ളതിനെ നമ്മൾ 2ൽ നിന്നും 1ലേക്ക്, ദെൻ ഫ്രം 1 to 3. ആ എഡ്ജ് ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ചെക്ക് ചെയ്യണ്ട, നമ്മൾ ജസ്റ്റ് അതിനെ ഒന്ന് പാത്ത് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. 2 to the intermediate vertex 1, 2ൽ നിന്നും 1ലേക്ക്, ദെൻ 1ൽ നിന്നും 3ലേക്ക്. അങ്ങനെ വരുമ്പോൾ 2ൽ നിന്നും 3ലേക്കുള്ള ഒരു പാത്ത് തന്നെയാണ് നമ്മൾ ആക്ച്വലി കൺസിഡർ ചെയ്യുന്നത്. അതായത് D23നെ നമ്മൾ D21 പ്ലസ് D13 എന്ന് എഴുതുന്നു. ഇത് നോക്കുക, D21 എന്താണെന്ന് നോക്കുക. D21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D21 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഇറ്റ്സ് 2 ഇസിൻ്റെ. ഇനി D13 ഇവിടെ നോക്കുക, 1ൽ നിന്നും 3ലേക്കുള്ളത് ഇൻഫിനിറ്റി. അപ്പോൾ ഈ രണ്ട് വാല്യൂ നോക്കുക, ഇതിൽ ലോവസ്റ്റ് വാല്യൂ, ഇതിപ്പോൾ രണ്ടും ഇൻഫിനിറ്റി തന്നെയാണ്. അതുകൊണ്ട് ആ വാല്യൂവിനെ നമുക്ക് ലോവർ വാല്യൂവിനെ ഇവിടെ എഴുതണ്ട, ലെസ്സർ വാല്യൂസ് ഷുഡ് ബി റിട്ടൺ ഓവർ ഹിയർ. ബട്ട് അത് രണ്ടും ഇൻഫിനിറ്റി ആയതുകൊണ്ട് ഇൻഫിനിറ്റി എന്ന് തന്നെ എഴുതി. ഇനി അടുത്ത D24 നോക്കുക, 2ൽ നിന്നും 4ലേക്കുള്ളത് 4 ആണ്. ഇനി 1 ഇൻ്റർമീഡിയറ്റ് വാല്യൂ ആയതുകൊണ്ട് D24നെ D21 പ്ലസ് D14 എന്ന് എഴുതാം. ഓക്കെ, D21 പ്ലസ് D14. അപ്പോൾ D21 എന്താണെന്ന് ഇവിടെ നോക്കുക. D21 ഈസ് 2 പ്ലസ് D14 ഈസ് 5. So it is 5 plus 2, 7.
ഫ്രം ബോത്ത് വാല്യൂ മിനിമം വാല്യൂ 4 തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടെ 4 തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ, അടുത്തത് നമ്മുടെ ഫില്ല് ചെയ്യേണ്ടത് ഈ കോളമാണ്, ഈ സെല്ലാണ് D32. അപ്പോൾ D32 എന്താണെന്ന് നോക്കുക. D32 എന്ന് പറയുന്നത് 1 ആണ്. ഇനി അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ D3 സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മീൻസ് 1 ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സ് ആകുമ്പോൾ D31 പ്ലസ് D12 എന്ന് വരും. അപ്പോൾ D31 ഈസ് ഇൻഫിനിറ്റി ആൻഡ് D12 ഈസ് 3. അപ്പം അത് നമുക്ക് ഇത് 1 ഇത് ഇൻഫിനിറ്റി, സോ ദിസ് വാല്യൂ വിൽ ബി ഈക്വൽ ടു 1 എന്ന് വരും. ഓക്കെ, നൗ നമുക്ക് അടുത്ത വാല്യൂ നോക്കാം. 34 D34. D34ൻ്റെ ആക്ച്വൽ വാല്യൂ 34ൻ്റെ എൻട്രി ഇൻഫിനിറ്റി ആണ്. ഇനി ഇതിനെ നമുക്ക് 1 വെച്ച് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ D31 പ്ലസ് D14 എന്ന് വരും. അപ്പോൾ D31 എന്താണ് നോക്കുക. 31 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. D14 എന്ന് പറയുന്നത് 5 ആണ്. ബട്ട് എനിവേ ദിസ് ഈസ് ഇൻഫിനിറ്റി, സോ ദിസ് ഹാസ് ടു ബി ഗിവൺ ആസ് ഇൻഫിനിറ്റി. ഫൈനലി നമുക്ക് D43 ആണ്. D43 its entry is 2. When it is taken as 1 as intermediate, D41 plus D13 അല്ലേ, 41ഉം 13ഉം. അപ്പം D41 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയും പിന്നീട് നോക്കേണ്ട ആവശ്യമില്ല, അത് ഇൻഫിനിറ്റി തന്നെയാണ്. അപ്പോൾ ഇതിലെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. സോ നമുക്ക് 2 ഇവിടെ ഒരു കോളം കൂടെ ഫില്ല് ചെയ്യാണ്ട് D34. അപ്പോൾ D34 എന്ന് പറഞ്ഞാൽ 34ൻ്റെ എൻട്രി ഈസ് ഇൻഫിനിറ്റി. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 31 പ്ലസ് D14 എന്ന് വരും. 31 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി തന്നെയാണ്. 14 എന്ന് പറയുന്നത് 5 ആണ്. പക്ഷെ അത് രണ്ടും ഇൻഫിനിറ്റി ആയതുകൊണ്ട് ഈ വാല്യൂ ഇൻഫിനിറ്റി. സോ അവർ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓവർ, വെർ വി ഹാവ് ക്രിയേറ്റഡ് എ മെട്രിക്സ് ഫ്രം ദ ഫസ്റ്റ് മെട്രിക്സ് by taking the 1 as the intermediate vertex. ഇനി സ്റ്റെപ്പ് 3ൽ അടുത്ത മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാം. ദാറ്റ് ബി D2. 1 2 3 4 1 2 3 4. ഇനി ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ 1 ആയിരുന്നു ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സ് ആയിട്ട് ഫിക്സ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് 2വിനെ ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സ് ആയിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ 2വിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയും കോളവും സിയും തന്നെ എഴുതുക. 3 0 1 ഇൻഫിനിറ്റി 3 0 1 ഇൻഫിനിറ്റി. 2വിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ 2 0 ഇൻഫിനിറ്റി 4. ബാക്കി ഡയഗണൽ എലിമെൻറ്റ്സ് 0 എന്ന് പുട്ട് ചെയ്യാം. ഇനി ബാക്കി എൻട്രീസ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ എൻട്രിയാണ് ആദ്യം എൻട്രീൻ്റെ D13. അപ്പോൾ D13 എന്താണെന്ന് ഇവിടെ നോക്കുക. D13 is 1 3 is ഇൻഫിനിറ്റി. 1 3 തമ്മിലുള്ള വെർട്ടെക്സിന് വേണ്ടിയിട്ട് ഇവിടെ ഇൻഫിനിറ്റി എന്നാണ് കൊടുക്കുന്നത്. D13 is ഇൻഫിനിറ്റി. ഇനി നമുക്ക് D13നെ 2 ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സ് ആക്കിക്കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ D13ക്ക് പകരം നമുക്ക് D12 പ്ലസ് D23 എന്ന് എഴുതാം അല്ലേ. 1ൽ നിന്ന് 2ലേക്ക് ദെൻ 2ൽ നിന്ന് 3ലേക്ക്. അപ്പോൾ 13 എന്ന് പറഞ്ഞാൽ D13 എന്ന് പറയുന്ന വെർട്ടെക്സിനെയാണ് എൻട്രീനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത്. അപ്പോൾ D12 എന്താണെന്ന് നോക്കാം. D12 is 3. ഓക്കെ, പിന്നെ D23 എന്താ നോക്കാം. D23 ഇൻഫിനിറ്റി. അപ്പോൾ ഇത് രണ്ടും ഇൻഫിനിറ്റി തന്നെയാണ്. സോ ദ വാല്യൂ ഹിയർ ഈസ് ഇൻഫിനിറ്റി, മാറ്റമില്ല. അടുത്തത് നമ്മുടെ D14 ആണ് ഫില്ല് ചെയ്യേണ്ടത്. D14 ആക്ച്വലി 5 ആണ്. ഇനി D14നെ സ്പ്ലിറ്റ് ചെയ്യുക വിത്ത് 2 ആസ് ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സ്. സോ D12 പ്ലസ് D24. അപ്പോൾ D12 is 3, D24 is 4. So it is 4 plus 3 7. ബട്ട് ഈ 7ഉം 5ഉം എടുത്താൽ 5 ആണ് മിനിമം വാല്യൂ. സോ 5 തന്നെയാണ് നമ്മളിവിടെ പുട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ D14 എന്ന് പറയുന്നത് നമുക്ക് 5 ആണ്. 5 തന്നെയാണ് വരുന്നത്, കാരണം ഇത് 7 ആണ്, ലാർജ് വാല്യൂ ആണ്. അടുത്ത D31 നോക്കാം. D31 is ഇൻഫിനിറ്റി വിത്ത് 2 ആസ് ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സ്. D32 പ്ലസ് D21 കൊടുക്കാം. അപ്പോൾ 32 നോക്കാം. 32 is 1 ആൻഡ് 2 1 is D31 എന്നുള്ളത് D32. സോ D32 is 1 പ്ലസ് D21. സോ 21 is D21 is 2. 1 plus 2. So it is equal to 3. സോ ആക്ച്വലി D31 എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ വാല്യൂ, ആ എൻട്രിയുടെ വാല്യൂ നമുക്കിനിയിപ്പോൾ ഇതിലെ ലോവർ വാല്യൂ കൊടുക്കാം. അപ്പോൾ 3 ആണ്. അത് ഇൻഫിനിറ്റി ആയിരുന്നു, അതിപ്പോൾ 3 ആയിട്ട് മാറി. ഓക്കെ,
ഇനി അടുത്ത് നമുക്ക് D34 ആണ്. അപ്പോൾ D34 എന്ന് പറയുന്നത് 3 4 ഇൻഫിനിറ്റി ആണ്. ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സ് കൺസിഡർ ചെയ്യുമ്പോൾ D32 പ്ലസ് D24 വരും. അപ്പോൾ D32 1 ആണ്, D24 ആണ്, D24 4 ആണ്. സോ ഇറ്റ് ഈസ് 4 + 1 5 ആണ്. ഓക്കെ, സോ ആക്ച്വലി ഈ വാല്യൂ ഇപ്പോൾ 5 ആയിട്ട് മാറി. ഇനി ഫൈനലി നമുക്ക് രണ്ടെണ്ണം കൂടിയുണ്ട്. D41ൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് D42 പ്ലസ് D21 ആക്കി. അപ്പോൾ D42 ഇൻഫിനിറ്റി ആണ്, D21 2 ആണ്, പക്ഷെ രണ്ട് ഇൻഫിനിറ്റി തന്നെ ആയതുകൊണ്ട് ഇൻഫിനിറ്റി എന്ന് കൊടുക്കുക. ഇനി D43 കൂടെ ഉള്ളൂ. D43 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇനി D42 പ്ലസ് എല്ലാത്തിനും നമ്മൾ ചെക്ക് ചെയ്യണം. D42 എന്ന് പറയുമ്പം ഇൻഫിനിറ്റി പ്ലസ് D23 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ആക്ച്വലി ഇതിലെ ലോവർ വാല്യൂ 2 ആണ്. നമുക്കിവിടെ 2 തന്നെ വരും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മെട്രിക്സും ഫോം ചെയ്തു. നമ്മൾ തേർഡ് മെട്രിക്സ്, ഫസ്റ്റ് മെട്രിക്സിൽ നിന്ന് സെക്കൻഡ് ക്രിയേറ്റ് ചെയ്തു, അടുത്ത തേർഡ് മെട്രിക്സും ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ദാറ്റ് ഈസ് സ്റ്റെപ്പ് 4. അപ്പോൾ സ്റ്റെപ്പ് 4ലും നമ്മൾ പുതിയ മെട്രിക്സ് D3 1 2 3 4 1 2 3 4. അതുപോലെ തന്നെ ഡയഗണൽ എലമെൻറ്റ്സിന് നമുക്ക് 0 2 2 0 3 2 3 0 4 2 4 0. അപ്പോൾ ഇനി നമുക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാമല്ലോ, അടുത്ത് നമ്മൾ ഏതാ എടുക്കേണ്ടത്? 3നെയാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സ് ആയിട്ട് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ തേർഡ് റോയും തേർഡ് കോളവും കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ സെയിം തന്നെ എഴുതുക. ഇൻഫിനിറ്റി ദെൻ 0 ദെൻ 2. ഇനി തേർഡ് റോ എന്ന് പറയുന്നത് 3 1 0 5. അത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് D12 ആണ്. അപ്പോൾ D12 എന്താണെന്ന് ഇവിടെ നോക്കുക. ഓക്കെ, D12 ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മെട്രിക്സിലെ D12 എന്താണെന്ന് D12 എന്ന് പറയുന്നത് 1ൽ നിന്നും 2ലേക്കുള്ള വെർട്ടെക്സിൻ്റെ എഡ്ജിൻ്റെ എൻട്രി, ദാറ്റ് ഈസ് 3 ആണ്. അപ്പോൾ D12 3 ആയിരുന്നു. ഇനി അതിനെ 3 എന്നുള്ളത് ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സ് ആകുമ്പോൾ ഇത് നമ്മൾ എങ്ങനെ എഴുതണം? D13 പ്ലസ് D32 എന്ന് എഴുതണം അല്ലേ? 1ൽ നിന്നും 2ലേക്ക് എന്ന് പറയുമ്പോൾ 13 പ്ലസ് 32 എന്ന് എഴുതണം. അപ്പോൾ D13 എന്താണെന്ന് ഇവിടെ നോക്കുക. D13 is infinity and D32 is 1, but whatever, this is the smallest, so this will be written as 3. ഇനി അടുത്ത് D14 ആണ്. ഓക്കെ, D14. അപ്പോൾ D14 എന്ന് പറയുമ്പോൾ ഇവിടെ 1 4 5 ആണ് എൻട്രി. ഇനി ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സ് 3 ആകുമ്പം D13 പ്ലസ് D34 എന്ന് വരും. ഓക്കെ, അപ്പോൾ D13 ഈസ് ഇൻഫിനിറ്റി. അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. 3 4 എന്ന് പറയുമ്പോൾ 5. ഇപ്പോൾ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഇൻഫിനിറ്റിയിലും ലെസ് ആണല്ലോ 5. അപ്പോൾ ഈ എൻട്രി 5 എന്ന് തന്നെ വരും. ഇനി അടുത്ത് നമുക്ക് D21ൻ്റെ എൻട്രി 2 ആണ്. ഇനി അതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ D23 പ്ലസ് D31 എന്ന് വരും. D23 എന്താണ്? D23 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. D31 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇതിലെ മിനിമം വാല്യൂ 2 ആണ്. അപ്പോൾ ഇവിടെ 2 എൻട്രി ചെയ്യാം. ഇനി അടുത്ത് D24, ഇത് D24. അപ്പോൾ D24 എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ D23 പ്ലസ് D34 എന്ന് വരും. D23 is ഇൻഫിനിറ്റി. പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. 3 to 4 എന്ന് പറഞ്ഞാൽ 5 ഇൻഫിനിറ്റി പ്ലസ് 5. അപ്പോൾ ഇതിലെ മിനിമം വാല്യൂ 4. അപ്പോൾ ഇത് 4. ഇനി നമുക്ക് വീണ്ടും D41 ആണ്. D41ൻ്റെ വാല്യൂ എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സ് 3 ആകുമ്പം D43 പ്ലസ് D31 എന്ന് വരും. D43 നോക്കുക. D43 is 2 പ്ലസ് D31 നോക്കുക 3. 3 പ്ലസ് 2 5 ആണ്. അപ്പോൾ ഇതിലെ മിനിമം വാല്യൂ ഒബ്വിയസ്ലി നമ്മളിവിടെ 5 കൊടുക്കണം. അപ്പോൾ അത് ചേഞ്ച് ആയി. ഓക്കെ, ഇനി D42 ആണ് അടുത്ത മാറ്റേണ്ടത്. D42 ഇവിടെ നോക്കിയിട്ട് D42 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സ് വെച്ച് എഴുതുമ്പോൾ D43 പ്ലസ് D32 എന്ന് വരും. D43 നോക്കുക. D43 is 2 പ്ലസ് D32 is 1. 2 plus 1 3. So among these minimum value is 3. So you will put 3 over here. So നമ്മുടെ അടുത്ത സ്റ്റെപ്പിലെ പുതിയ മെട്രിക്സ്
നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് 5 ഇത് പറഞ്ഞ പോലെ നമ്മൾ അടുത്ത മെട്രിക്സ് സേ D4 എന്ന് വിളിക്കാം. 1 2 3 4 1 2 3 4. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയഗണൽ എൻട്രീസ് 0 0 0 0. ഇനി നമുക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സ്, ഒരു വെർട്ടെക്സും കൂടെ ബാക്കിയുള്ളൂ. അത് 4th വെർട്ടെക്സ് ആണ്. ആ 4th വെർട്ടെക്സിനെ വെർട്ടെക്സ് 4നെ ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ 4th റോയും 4th കോളവും നമുക്ക് ഇപ്പോൾ ഓൾറെഡി കിട്ടിയിരിക്കുന്നത് തന്നെ എഴുതാം. 5 4 5 0. അതുപോലെ 4th റോ എന്ന് പറയുന്നത് 5 3 2 0. ഇനി ബാക്കി എൻട്രീസ് മാത്രമേ മാറ്റാനുള്ളൂ. തൽക്കാലം ഇതൊന്ന് മാറ്റിയാണ് ഫസ്റ്റ് മെട്രിക്സ്. അപ്പം നമുക്കിവിടെ ആ ഫസ്റ്റ് എൻട്രി ചെയ്യുന്നത് D12. അപ്പോൾ D12. അപ്പോൾ ഈ മെട്രിക്സിൽ നോക്കുക D12 എന്താണ്. D12 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, D12നെ 4 ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സ് ആകുമ്പോൾ D12 എന്നുള്ളത് D14 പ്ലസ് D42. ഓൾറെഡി നിങ്ങൾക്ക് അത് എഴുതുന്നത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ D14 ഇവിടെ നോക്കുക. D14 എന്ന് പറഞ്ഞാൽ 5 പ്ലസ് D42 എന്ന് പറഞ്ഞാൽ 3. 5 പ്ലസ് 3 5 പ്ലസ് 3 8. ഇത് ഓൾറെഡി 3 ആണ്. അപ്പോൾ 3 തന്നെയാണ് മിനിമം. അപ്പോൾ ഇവിടെ വരുന്നത് 3 തന്നെ. അപ്പോൾ അതിന് മാറ്റമില്ല. സോ ഇറ്റ് ഈസ് 3. ഇനി അടുത്തത് D13. D13 നോക്കിയത് ഇവിടെ ഇൻഫിനിറ്റി ആണ്. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സ് D14 പ്ലസ് D43. അപ്പോൾ D14 ഈസ് 5 പ്ലസ് D43 ഈസ് 2. So it is 5 plus 2 7. So the minimum value is 7. So you should write 7 here. അപ്പോൾ 7 എഴുതി. ഫസ്റ്റ് റോ ക്ലിയർ ആയി. ഇനി D21 ഇവിടെ നോക്കിക്കുക. 21 എന്ന് പറഞ്ഞാൽ 2 ആണ്. D24 പ്ലസ് D41. D24 is 4. D41 is 5. 5 plus 4 9. Minimum is 2. So this is 2. ഇനി അടുത്തത് D23 is 23. ഇവിടെ നമുക്ക് ഇൻഫിനിറ്റി ആയിരുന്നു. ഇനി D23നെ 4 വെച്ച് D24 പ്ലസ് D43 എന്ന് എഴുതാം. അപ്പം D24 4 ആണ്. D43 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 4 പ്ലസ് 2 6 ആണ് അല്ലേ. D43 ഓക്കെ. D24 is 4. D43 is 2. So 4 plus 2 6 ആണ്. അപ്പോൾ ഈ എൻട്രി D23 എന്ന് പറയുന്ന എൻട്രി നമ്മൾ കൊടുക്കേണ്ടത് 6 എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് D31 is 3. D34 plus D41. D34 is 5. D41 is 5. 41 is 5. So 5 plus 5 10. So minimum value is 3. നമ്മൾ ശരിക്കും ആഡ് ചെയ്യണം. കാരണം ഈ ഫ്ലോയ്ഡ് ഗോർഷാൽ അൽഗോരിതത്തിൽ നെഗറ്റീവ് എൻട്രീസും വെയിറ്റ് ആയിട്ട് വരാം. അപ്പം നമുക്ക് നെഗറ്റീവ് എൻട്രീസും വെയിറ്റ് ആയിട്ട് വരുന്ന ഗ്രാഫിനെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫ്ലോയ്ഡ് ഗോർഷാൽ അൽഗോരിതം യൂസ് ചെയ്യാം. സോ ദിസ് ഇസ് മിനിമം വാല്യൂ ഇസ് 3. ഇനി അടുത്ത D32 is actually 1 ആണ്. അപ്പം D34 പ്ലസ് D42. D34 is 5 plus D42 is 3. Minimum is 1. So this is 1. So actually ഇപ്പം നമ്മുടെ ഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മെട്രിക്സ് കംപ്ലീറ്റ് ആയി. ഓക്കെ, നമ്മുടെ അപ്പം എല്ലാ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി. നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് 4 വെർട്ടെക്സിനെ ഇൻ്റർമീഡിയറ്റ് വെർട്ടെക്സ് ആക്കിക്കൊണ്ട് ഓരോ സ്റ്റെപ്പിലും നമ്മൾ മെട്രിക്സസ് ക്രിയേറ്റ് ചെയ്ത് ഫൈനൽ ഈ കിട്ടിയിരിക്കുന്ന മെട്രിക്സ് ആണ് ഇപ്പം നമുക്ക് ഷോർട്ടസ്റ്റ് പാത്ത് തരുന്ന മെട്രിക്സ്. അതായത് ഇത്രയും നോക്കിയാൽ മതി. 1ൽ നിന്നും 2ലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്തിൻ്റെ ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് വെയിറ്റ് 3 ഉള്ളതാണ്. അതുപോലെ തന്നെ 1ൽ നിന്നും 3ലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്തിൻ്റെ വെയിറ്റ് 7 ആണ്. ഓക്കെ, 1ൽ നിന്നും 4ലേക്കുള്ളത് 5. ഇനി ഏത് ഇൻ്റർമീഡിയറ്റ് 3ൽ നിന്നും 4ലേക്കുള്ള വെയിറ്റ് ഷോർട്ടസ്റ്റ് പാത്തിൻ്റെ വെയിറ്റ് എത്രയായിരിക്കും നോക്കാം. 3ൽ നിന്നും 4ലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്തിൻ്റെ വെയിറ്റ് 5 ആയിരിക്കും. അതുപോലെ 4ൽ നിന്നും 2ലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്തിൻ്റെ വെയിറ്റ് 3 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ നോക്കുക. 4ൽ നിന്നും
2-ലേക്കുള്ള, അതായത് 4 ആണ്, ഇതാണ് 2. നമുക്കിവിടെ നോക്കാം 4-ൽ നിന്നും 2-ലേക്ക് ഉള്ള പാത്ത് ഇതാണ്. 4-ൽ നിന്നും 3-ലേക്ക് വരുന്നു, 3-ന്. അപ്പം ഇതിൻ്റെ വെയിറ്റ് 2 ആണ്, ഇതിൻ്റെ വെയിറ്റ് 1 ആണ്. 2 + 1 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യുകയും ചെയ്യാം. ഏത് 2 വെർട്ടെക്സ് ഇതിനകത്ത് നിന്ന് എടുത്താലും അവ തമ്മിലുള്ള ഒരു ഷോർട്ടസ്റ്റ് പാത്ത് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് ആണ് നമുക്ക് ഇവിടെ, ആ ഷോർട്ടസ്റ്റ് പാത്തിൻ്റെ വെയിറ്റ് ആണ് നമുക്ക് ഈ മാട്രിക്സ് വഴി കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു.